ഇന്ന് ഗാസയിൽ നിന്നും പാലസ്തീനിൽ നിന്നും വരുന്ന കുറച്ച് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ദുഃഖം തോന്നും നമുക്ക്. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അവിടെ ഈ സുഡാപ്പികൾ അങ്ങ് ടയറിൽ നിർത്തിയിട്ട് അങ്ങോട്ട് അലക്കാണ്. കൊച്ചു പിള്ളേര് മുതൽ സ്ത്രീകളും ആണുങ്ങളും നിന്നിട്ട് ഹമാസിനെയാണ് പിടിച്ച് ഇടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശത്തുള്ള ബന്ധനത്തിൽ, ഹമാസിന്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന പാവം പാലസ്തീനികളെ ഇസ്രായേലി സേന മോചിപ്പിച്ച് കൊണ്ടുവരുന്നതാണ് രംഗം. ഈ സമയത്ത് ഇസ്രായേലി സേനയോട് ഒരു കൊച്ചു പയ്യനൊക്കെ നിന്ന് പറയാ, ഹമാസ് എന്ന് കേട്ട അലക്കും ഞാൻ ഹമാസ് എന്ന് കേട്ടത്. കാരണം 46,000-ഓളം പാവം പലസ്തീനികളെ കുരുതി കൊടുത്തവനാണ് ഈ യഹിയ സിൻവാർ. അവൻ എന്നിട്ട് നൈസായിട്ട് റാഫേന്ന് ഓടി രക്ഷപ്പെടാൻ പോയിപ്പോ ഇസ്രായേലി സേന അലക്കിയതവനെ. അവൻ 1200 ഇസ്രായേലികളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലി വന്ന് തിരിച്ചടിക്കാണ്ടിരിക്കുവോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ 1200 ആൾക്കാരെ കൊന്നു, 250 ബന്ദികളെ പിടിച്ച് വില പേശി കൊണ്ടു പോവാന്നുള്ളൊരു ശ്രമത്തിലായിരുന്നു. പക്ഷെ എല്ലാം പാളി. അത് കഴിഞ്ഞപ്പോ ഇന്ന് ഹമാസിന് ഗാസയില് മനുഷ്യരങ്ങനെയാണ്. മനുഷ്യർ എന്തൊക്കെ മതം ഒരു പരിധി കഴിഞ്ഞ് അവരെ 46,000 ആൾക്കാരെ മേലേന്ന് കൊണ്ടുവന്ന് ഇട്ട് അലക്കായിരുന്നു. ഇതിന്റെ രസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കളി ഇപ്പൊ സായിപ്പും കളിച്ചു തുടങ്ങി. ഇവന്മാര് പറയണ കളി ഉണ്ടല്ലോ, അതായത് നേരെ പോയി 1200 കൊല്ല 250 പിടിച്ചു കൊണ്ടുവരാ, വില പേശ, എര കളിക്കുക, നിർത്താന്നായിരുന്നു. ഇത് നെത്തന്യാഹുവും ഇപ്പുറത്തിരിക്കുന്നത് ട്രംപ് അല്ലായിരുന്നു, ജോ ബൈഡൻ. തീവ്ര ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റ് ആണ് ജോ ബൈഡനും കമല ഹാരിസും ഒക്കെ. അവരിയ്ക്കുമ്പോഴാണ് 46,000 പാവം പാലസ്തീനികളെ കൊന്നു കളഞ്ഞത്. എന്നിട്ട് ഇവര് ജോ ബൈഡനും കമലയൊക്കെ വന്നിട്ട് എന്ത് പറയുന്നു പറയട്ടെ, കരയും. ഇങ്ങനെ അവരുടെ അത്ര വലിയ അഭിനേതാക്കൾ വരില്ല. എന്റെ മനസ്സ് പാവം പാലസ്തീനി ജനങ്ങളുടെ കൂടെയാണ്. കാമലേക്ക് നിന്ന് അങ്ങോട്ട് കരയും. എന്നിട്ടാ നേരെ ഏറ്റവും വലിയ ബോംബ്, ഈ നെത്തന്യാഹു പറയും ഏത് ബോംബ്, ഈ ബോംബൊന്നും അവിടെ ഇസ്രായേലിൽ ഉണ്ടാക്കിയതല്ല കേട്ടാ, ഇന്ത്യയിലും അമേരിക്കയിലും തന്നെ ഉണ്ടാക്കിയതാ. അമേരിക്കൻ. എന്നിട്ട് ജോ ബൈഡൻ കൊടുത്തു വിട്ടത് എങ്ങനെയുള്ള ബോംബായിരുന്നു എന്നും കൂടി പറയട്ടെ. ഈ 14 നില താഴെയാണ് മറ്റേ ഹെസ്ബുള്ളയുടെ നസ്രുള്ള ഒളിച്ചിരുന്നത്. അവിടേക്ക് തുരന്ന് പോയിട്ടാണ് ഈ സുഡാപ്പിനെ അലക്കണത്. ഏത് നസ്രുള്ളയുടെ സുഡാപ്പി ഇവിടെ നമ്മുടെ ഹെസ്ബുള്ളയുടെ ലെബനനിൽ അലക്കിയത്. 14 നില താഴേക്ക് തുരന്ന് പോയിട്ട് അലക്കിയ. അതുപോലെ തന്നെ നമ്മുടെ ഇവൻ മറ്റേ ഇവിടെ ദാവൂദ് പറഞ്ഞില്ലേ, മീഡിയ വണ്ണില് ദാവൂദ് പറഞ്ഞ വടി അടുത്ത് വയ്യോണ്ട് മൂസയുടെ വടി കണ്ട് അടിക്കണം. ഇനി ഇവർക്ക് എൻ്റെ ഒരു പേടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, എന്നോട് പല സഹോദരിമാരും മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുള്ള പല സഹോദരിമാരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ചാക്ക് അങ്ങോട്ട് ഊരും, അങ്ങോട്ട് അടുപ്പൂട്ടി ചർച്ചക്കാരെ അങ്ങോട്ട് ഓടിക്കാം, അവർ കാരണമാണ് ഞങ്ങൾക്ക് ഇത് ഇട്ടിട്ട് നടക്കേണ്ടതെന്ന് പറഞ്ഞത്. കാരണം അവിടെ നിന്നൊക്കെ തീവ്രവാദത്തിന് വേണ്ടി ആൾക്കാരെ അയച്ചിട്ട്, തീവ്രവാദത്തിനല്ല വിശുദ്ധ യുദ്ധത്തിന് അയച്ചിട്ടുണ്ട് 170 ആൾക്കാരെ. ഇവന്മാര് പാക്ക് ചെയ്ത് പൊട്ടിച്ച് ആവുന്നത്ര, നമ്മൾ പേരുകൾ കേൾക്കാറുണ്ടല്ലോ, ചില നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ യുദ്ധത്തിന് പോയവരുണ്ട്. ഈ ഇവന്മാരുടെ ഒരു MM അക്ബറും മുജാഹിദ്, ബാലുശ്ശേരി മുജാഹിദും കുറെ കൂതറുകളും മുഹമ്മദ് ഈസ എന്നൊക്കെ പറഞ്ഞ കുറെ സുഡാപ്പികൾ ഇരുന്നിട്ട് അങ്ങോട്ട് തളപ്പിക്കും. അപ്പൊ ഞാനുണ്ട് വിശുദ്ധ യുദ്ധത്തിന് പറഞ്ഞ് പോയവര്. ഇവന്മാരൊക്കെ ഇനി തിരിച്ച് ഇവന്മാരെ പിടിക്കും. ഓടി MM അക്ബർക്ക് ഓടി. MM അക്ബറിനൊന്നും കാണാനില്ല. കാരണം അറിയാം അടി വരണെന്ന് പറഞ്ഞപ്പോ അവനൊക്കെ സ്ഥലം വിടും. അത്രേ ഉള്ളൂ. ഇത് ഇവന്മാരുടെ ഈ പറഞ്ഞ സുഡാപ്പിത്തരം നല്ല മുസ്ലിമുകൾ കൊണ്ട് കൊലക്കി കൊടുക്കണതാന്നുള്ളത് മനസ്സിലായി. കുറെ ആൾക്കാർ മതം വിട്ടുപോയി, കുറെ ആൾക്കാർ ഇപ്പൊ ഈ പറഞ്ഞോണം എയറിൽ നിർത്തണേ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ആംസ്റ്റർഡാമില് കളി, ജൂതന്മാരെ മക്കബി എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വന്നിട്ട് ഇവരുടെ ഈ ഇസ്രായേലി ടീമിനെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കി. അവിടെയും ടാക്സി ഡ്രൈവർമാരൊക്കെ ഈ ചെയ്യണത്. 10-40 വയസ്സായ ടാക്സി ഡ്രൈവർമാർ എയറിലാണ് നിൽക്കണ. എയറില് എല്ലായിടത്തും ഇപ്പൊ ഈ സുഡാപ്പികളിൽ എയറിൽ നിൽക്കണ കാലഘട്ട. ഇനി എന്റെ പേടി ആ മലപ്പുറത്തോ കോഴിക്കോടോ എങ്ങാനും ഇവര് ടണൽ പണിയെന്നുള്ളതാ. അവന്മാര് ഓടും. ഈ സാധ്യത ഈ കണക്കിനെ പോകുന്നതെങ്കിൽ നമ്മുടെ കൈരളി ചാനലും ജമാഅത്തിയുടെ മീഡിയ വണ്ണൊക്കെ പേടിക്കണം. കാരണം ഈ നല്ല മുസ്ലിംസ് ഇറങ്ങിയിട്ടുണ്ട്, അവന്മാർക്കും മതിയിട്ടുണ്ട്. കാരണം കൊലക്കി കൊടുക്കുന്ന പരിപാടിയാണ്. 46,000 പാലസ്തീനികളെ കൊലക്കി കൊടുത്ത് അവര് തന്നെ പറയണ 1200 ആൾക്കാർ അവരെ കൊന്നാ അവർ തിരിച്ചു വന്ന് അലക്കാണ്ടിരിക്കുവോ? അലക്കി കഴിഞ്ഞപ്പോ അതിർത്തി ഇല്ലാണ്ട് അലക്കി. ലെബനനിലും അലക്കി, സിറിയയിലും അലക്കി, ഇവിടെ വെസ്റ്റ് ബാങ്കിലും അലക്കി, ഗാസയിലും അലക്കി. അലക്ക് തീർന്നിട്ടില്ല. ഇനി അലക്ക അതിലും വലിയ അലക്ക വരുന്നത്. ഇറാനിൽ പോയിട്ട് ഖമേനിനെ അലക്കാനുള്ള പരിപാടിയായിട്ടാണ് ട്രംപ് വരണേ. ഇതിനിടയിലാണ് നിന്നിട്ട് പറയണേ ഇറാൻ ജയിക്കുകയാണ്,
നമ്മുടെ ഇറാൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജയിക്കുകയാണ്. നമ്മൾ ഇപ്പൊ ജയിക്കും. ഇസ്രായേൽ ഇപ്പൊ തീരും. ഇസ്രായേലിന്റെ പരിപാടി പൊടി പോലും ഉണ്ടാവില്ല. ഇപ്പൊ തീരുന്നും പറഞ്ഞ് ചൂട് കയറ്റിക്കൊണ്ടിരിക്കുക. എന്തിനാ കയറ്റി വിടാൻ ടണലിന്റെ ഉള്ളിലേക്ക് അലക്കൂട്ടവര് അവിടെ നല്ല മുസ്ലിംസ് വന്നിട്ട് അലക്കും. കൂതറ കള്ള സുഡാപ്പികളെ കിട്ടും. വിദ്യാഭ്യാസം കൊടുക്കാണ്ട് മദ്രസയിൽ നിന്ന് വന്ന സുഡാപ്പികളെ കിട്ടും. ബാക്കിയുള്ള ഐറ്റങ്ങൾ വന്നിട്ട് ഇനി പറയണവരൊക്കെ കേരളത്തിൽ അലക്കുന്നുള്ളത് നിങ്ങൾ കരുതിയിരുന്നു. എനിക്ക് ഭയങ്കര ഭയമുണ്ട്. അതോ ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പ് പറഞ്ഞു, ശത്രുക്കൾക്ക് പോലും സ്ഥിതി വരരുത്. ഹമാസിനെ ഇട്ടിട്ട് എയറിൽ നിർത്തി അടിക്കണേ, ഗാസയിൽ എയറിൽ നിർത്തി. കാരണം അവരുടെ വീടിന്റെ അടിയിലൊക്കെ ടണൽ ഉണ്ടാക്കായിരുന്നു. ഇത് ഉണ്ടാക്കിയ സമയത്ത് ഇവര് അത്രയും ബോധവാന്മാരായിരുന്നില്ല. പിന്നെ മനസ്സിലായി ഈ ടണലിന്റെ ഉള്ളിലേക്ക് എത്താനായിട്ട് നെത്തന്യാഹു കൊണ്ടുവന്ന് നല്ല സാധനം ഇവരുടെ വീട് പൊളിച്ചിട്ട് വേണം ടണലിൽ എത്തണം എന്നുള്ളത് ഈ പാവങ്ങൾക്ക് പിന്നെ മനസ്സിലായേ. ഗതി കെട്ടു. എന്നിട്ട് ഈ പാവങ്ങളുടെ ഫോട്ടോ തന്നെ കൊണ്ടുവന്നിട്ട് അൽ ജസീരയും മീഡിയ വണ്ണൊക്കെ കണ്ടോ, പാവം ഈ പാലസ്തീനികളെ കൊല്ലണേന്റെ പിന്നാലെ കൊന്ന് അവിടെ ഫ്ലാറ്റ് ആക്കി നേരെ ഷെയ്വ് ചെയ്തു. നമ്മുടെ നടൻ പറഞ്ഞ പോലെ, മറ്റേ ബാപ്പയുടെ മോൻ പറഞ്ഞ മാതിരി ഷെയ്വ് ചെയ്ത് കളഞ്ഞു. അവിടെ ഈ സാധനത്തിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി. ഇനി മുതൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമാധാനത്തിൽ ജീവിക്കാം. വിശുദ്ധ യുദ്ധം എന്നും പറഞ്ഞെങ്ങാനും അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അലക്കി അങ്ങോട്ട് നിരത്തും. ഇത് കേരളത്തിൽ വരാൻ പാടില്ല. എന്ന് പറഞ്ഞത് ഇപ്പൊ അവിടെ ഒരു 75% ഹൈന്ദവ ക്രൈസ്തവരാണ്. ബാക്കി 25% കൊണ്ട് ചാടിക്കാനായിട്ടുള്ള പരിപാടിയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ചാനലും പിന്നെയുള്ള സുഡാപ്പികളുടെ ചാനലും. ഈ 2 ചാനലും കൂടി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ കൊച്ചു കേരളത്തിനെ ഇതാക്കും. ലെബനനും സിറിയയും ഇറാഖും പോലെ ആക്കിയെടുക്കാനാണ്. ഗാസ പോലെ ടണൽ പണിയണില്ല എന്നുള്ളൂ. അതിനാണ് ഈ വഖഫും ഗിഫഫും എന്നൊക്കെ പറഞ്ഞ് വന്ന് ആക്കിയെടുക്കുക. യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമുള്ള വാർത്തയും വായിക്കാതെ വന്നിരുന്ന് അങ്ങോട്ട് അലക്കും. എന്നോട് വ്യക്തമായിട്ട് അവിടെ ചാക്കിൽ പൊതിഞ്ഞ സഹോദരിമാര് പറഞ്ഞതാ, അലക്കും. ഇവന്റെയൊക്കെ തീവ്ര നിലപാടും തീവ്രവാദവും കാരണം അവർക്ക് ചാക്കിൻ്റെ ഉള്ളിൽ കയറി നടക്കണ ഈ ചൂട്ടത്ത് എന്ന് പറഞ്ഞ ഈ ചാക്ക് ഊരിട്ട് അവർ വരും ഒരു ദിവസം. ഓർത്തിരുന്നോ? സുഡാപ്പി ചാനലും ഓർത്തിരുന്നോ? അധ്വാനിക്കുന്ന കമ്മികളുടെ ചാനലും ഓർത്തിരുന്നോ? നിങ്ങൾ അലക്കാൻ വരുന്ന ദിവസം കേരളത്തിൽ നിന്ന് പൊന്തി വരുന്നത് വളരെ അടുത്ത് തന്നെയാണ്. അതിന്റെ ഒരു തുടക്കമാണ് പാലസ്തീനിൽ ഹമാസിനെ ഇട്ടിട്ട് നല്ല മുസ്ലിമുകളിട്ട് അലക്കി എയറിൽ നിർത്തിയേക്കണം. അവിടെ നിർത്തിയിട്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളൊന്ന് കാണണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ബോധവാന്മാരാകും. നല്ല മുസ്ലിംസിന് ഞാനൊരു ഉപദേശം തരാണ്, ആ വീഡിയോ എടുത്തിട്ട് കണ്ടോളൂ. കാരണം അവരെ കൊണ്ടുവന്ന് ഈ സ്ഥിതിയിലാക്കിയത് ഇത്ര നാൾ ഈ സിൻവാറും ഇസ്മയിൽ ഹനിയും പ്രൈവറ്റ് ജെറ്റിൽ നടന്ന ഹനിയും. പക്ഷെ നെത്തന്യാഹു നേതാവിന്മാരെ ആദ്യം ഇസ്മയിൽ ഹനിയനെടുത്ത് അവന്റെ പ്രൈവറ്റ് ജെറ്റും പോയി, കോപ്പും പോയി, കുന്തം പോയി, കൊടച്ചക്രവും പോയി. അതിന്റെ പിന്നാലെ റൈസി, ഇതിന്റെ തലപ്പത്ത് നിന്ന് റൈസിനെ അലക്കി. പ്രസിഡന്റ് ആയിരുന്നു, ഇറാനിയൻ പ്രസിഡന്റ് റൈസി. ഇവരൊന്നും അലക്കില്ല എന്നായിരുന്നു ഒരു ധാരണ പ്രകാരമൊക്കെ ഇവരുടെ നേതാക്കന്മാരെ വിട്ടില്ല. ചെറിയന്മാരെ 46,000 എടുത്ത് പോകുന്ന വിചാരിച്ചേ. പക്ഷെ നെത്തന്യാഹു എന്ത് ചെയ്തു? നേതാക്കന്മാരെ ഓരോന്നിനും ഇട്ടുത്തലക്കി. അതും ഭയങ്കര ഈ ചെറിയ മുസ്ലിമുകൾക്ക് ഉണ്ടല്ലോ, പാവങ്ങൾ ഇതിന്റെ ഈ ഒരു പിശാച് ബാധയിൽ പെട്ടുകിടക്കണ ബന്ധനത്തിലായിരുന്നു ഇവന്മാരുടെ ഈ നേതാക്കന്മാരുടെ. വിശുദ്ധ യുദ്ധമാണ്, നമ്മൾ പോണം എന്ന് പറഞ്ഞു. ഹൂത്തികൾ ഇപ്പൊ മിണ്ടണില്ല. ഹെസ്ബുള്ള നസ്രുള്ളനെ തന്നെ ആദ്യം അലക്കി. ഞാൻ പറഞ്ഞില്ലേ, 14 നില താഴെ പോയിട്ട് വരിന്ന് എടുത്ത് കളഞ്ഞു നസ്രുള്ളനെ. റൈസി ഹെലികോപ്റ്ററിൽ പോണേല് ആ പാവത്തിനെ പൊട്ടിത്തെറിച്ച് അത് ദേ കെട്ടിക്കണ്. ഇനിയിപ്പോ ആ കമേനിനെ വെറുതെ വിട്ടേക്കണത് എന്താന്ന് പറയട്ടെ, 85 വയസ്സായി പാവം. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് മറ്റേ നാരദന്റെ പണി മുഴുവനും എടുത്തവനാണ് ഈ കമേനി. അതിനെ വെറുതെ വിട്ടേക്കാ. ആ 85 വയസ്സായ കാരണം. ഇനിയിപ്പോ ട്രംപ് വരുമ്പോ പറയും അതിനും വെച്ചേക്കണ്ട, ടേക്ക് ഹിം ഔട്ട്, അവനെയും എടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും എടുത്ത് കളയും ഈ കമേനിയും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പൊ ഇടി കൊണ്ടിട്ട് ഹമാസ് ഓടാണ് ഗാസയില്, വെസ്റ്റ് ബാങ്കിലും കിടന്ന് ഓടാണ്. ആ സ്ഥിതി നമ്മുടെ മലപ്പുറത്തും ചാനൽ നടത്തുന്നവർക്കൊന്നും വരരുതെന്ന് മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. അത്ര എൻ്റെ ഒരു കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി വരരുത്. നമുക്കിപ്പോഴും ജനാധിപത്യം എന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. മാറ്റി ഈ പറഞ്ഞ കൂതറ കമ്മികളെയും ഈ കോൺഗ്രസ് പാർട്ടീനെയൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അശാന്തി ഇല്ലാണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനപരമായിട്ട് ടണലുകളിൽ ഇല്ലാണ്ട് ജീവിക്കാം.